ഹായ് ഹലോ വെൽക്കം ബാക്ക്. സോ ഇന്നത്തേന്ന് വെച്ചാൽ സ്റ്റഡി വ്ളോഗാണ്. ഇന്നത്തെ സ്റ്റഡി വ്ളോഗിന് ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. ഒട്ടും പഠിക്കാൻ താല്പര്യമില്ലാതെ ഭയങ്കര മടി പിടിച്ചിരുന്നിട്ട് ഇന്ന് ലേറ്റായിട്ടാണ് എഴുന്നേറ്റത്. 8 മണിയൊക്കെ ആയി കാണും എഴുന്നേറ്റ സമയമായി. ഇപ്പോൾ അതുവരെ 1 മണിക്കൂർ തേരാപ്പാര അങ്ങോട്ടും നടന്നു കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇന്ന് തന്നെ പഠിക്കണോ വേണ്ടേ എന്നുള്ളൊരു ചിന്തയായിരുന്നു. സോ പഠിച്ചില്ലെങ്കിൽ ശരിയാവില്ല, ഓപ്ഷണൽ കുറേ ഉണ്ട് തീർക്കാൻ എന്നുള്ളൊരു ബോധമൊക്കെ ഉള്ളതുകൊണ്ട് ഇന്ന് പഠിക്കാനിരുന്നു. ഒട്ടും മനസ്സില്ലാതെ പഠിക്കാനിരുന്ന ഒരു ദിവസമാണ്. ചില ദിവസങ്ങളിൽ ഇങ്ങനെയും ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ഓപ്ഷണലിനാണ് എടുത്തത്. ടു ഡു ലിസ്റ്റിൽ ഫസ്റ്റ് 4 hours ഓപ്ഷണലിനും കൊടുക്കണമെന്നാണ് ഞാൻ എഴുതിയത്. സോ ആദ്യം തന്നെ ചായ കുടിക്കുന്നതിൻ്റെ ഒപ്പം ഹിസ്റ്ററിയുടെ സിലബസ് എടുത്ത് വായിച്ചു. അത് കഴിഞ്ഞിട്ട് നോട്ട്സ് കുറേ എഴുതാനുണ്ടായിരുന്നു ഹിസ്റ്ററി ഓപ്ഷണലിൻ്റെ. സോ അങ്ങനെ കുറച്ച് നോട്ട്സ് എഴുതി. ഹിസ്റ്ററി ഓപ്ഷണലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ വേണ്ട കാര്യം, അതായത് നമുക്ക് വേണ്ട കാര്യം ഫുള്ള് ആ സിലബസിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ നോട്ട് എഴുതുമ്പോൾ ആ സിലബസിനനുസരിച്ച് നോട്ട് എഴുതിയാൽ മതി. വേറെ പുറത്തുനിന്നൊന്നും അങ്ങനെ ചോദിക്കുകയൊന്നുമില്ല. സോ ഇത്തിരി വാസ്റ്റ് ആണെങ്കിലും പക്ഷേ നമുക്ക് പഠിക്കേണ്ടതെല്ലാം അതിൽ കൊടുത്തിട്ടുണ്ട്. അതാണ് ഒരു പ്രത്യേകത ഹിസ്റ്ററി ഓപ്ഷണലിൻ്റെ. കുറച്ച് ദിവസം സ്റ്റഡീസിൽ നിന്നൊരു ബ്രേക്ക് എടുത്തിട്ട് വീണ്ടും തിരിച്ച് വന്ന് പഠിക്കുന്നതാണ് ഇന്ന്. എന്താണെന്ന് വെച്ചാൽ കുറച്ച് ദിവസം ഭയങ്കര തിരക്കായിരുന്നു. തിരക്ക് എൻ്റെ സെൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ സിസ്റ്ററിന് എൻജിനീയറിങ് കോളേജിൽ അഡ്മിഷൻ കിട്ടി. സോ അതിനു മുമ്പ് അവൾ ഡിപ്ലോമ ചെയ്തത്. അപ്പോൾ ഇടുക്കിയിലാണ് അവൾ ഡിപ്ലോമ ചെയ്തത്. അപ്പോൾ ഇടുക്കിയിൽ അവൾക്ക് അവിടെ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. സോ ഞങ്ങൾ പോയി ഇടുക്കിയിൽ നിന്ന് എന്താ പറയുക സർട്ടിഫിക്കറ്റ് പോയി വാങ്ങിച്ചു. നെടുങ്കണ്ടം എന്ന് പറഞ്ഞൊരു സ്ഥലത്തായിരുന്നു അവരുടെ ഇതുണ്ടായിരുന്നത്, ഡിപ്ലോമ ചെയ്തത്. അപ്പോൾ അവിടെ പോയി ഞങ്ങൾ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു, തിരിച്ച് വന്നു. അങ്ങനെ ഒരു ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടേക്കും നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ വല്ലാണ്ടങ്ങ് നമ്മൾ ക്ഷീണിക്കും. സോ അങ്ങനെ ഒരു ദിവസം പോയി. പിന്നത്തെ ദിവസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്, മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എടുക്കണമായിരുന്നു അവൾക്ക് കോളേജിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് വേണമെന്ന് പറഞ്ഞായിരുന്നു അവർ. സോ അങ്ങനെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എടുക്കാൻ വേണ്ടി കുറേ നടന്നു. ബ്ലഡ് ടെസ്റ്റ്, ഐ ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ അവളുടെ കോളേജ് കിട്ടിയത് കൊല്ലത്താണ്. കൊല്ലത്ത് TKM കോളേജിലാണ് അവൾക്ക് കിട്ടിയത്. സോ അങ്ങനെ അന്നത്തെ ദിവസം കഴിഞ്ഞ ദിവസം ഞങ്ങൾ വെളുപ്പിന് പോയിട്ട് അവിടെ എത്തിയപ്പോൾ ഒരു 10-11 മണിയായിട്ടുണ്ടാവും. പിന്നെ കോളേജിൽ അഡ്മിഷൻ എടുത്ത് അവിടുത്തെ ഹോസ്റ്റലിലൊക്കെ അവളെ സെറ്റാക്കി. പിന്നെ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ച്, ബെഡൊന്നും വാങ്ങിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ബെഡൊക്കെ അവിടെ നിന്ന് വാങ്ങിച്ച് കുറേ അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് അവളവിടെ സെറ്റാക്കി. പിന്നെ ഞാനും അമ്മയും കൂടി തിരിച്ച് ഇങ്ങോട്ടേക്ക് പോന്നു. അമ്മയ്ക്ക് അത്രയും ദൂരം ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ അത്രയും ദൂരം അമ്മ ഒറ്റയ്ക്ക് പോയിട്ടില്ല. സോ ഞാനും കൂടി ഉണ്ടായെങ്കിൽ അമ്മയ്ക്ക് കൂട്ടാവുമല്ലോ. അങ്ങനെ ഞങ്ങൾ തിരിച്ച് ഇവിടെ എറണാകുളം ടൗണിലെത്തിയപ്പോൾ 10 മണിയായിട്ടുണ്ടാവും. പിന്നെ അവിടെ നിന്ന് മെട്രോയ്ക്ക് ഇങ്ങ് പോന്നു. സോ അങ്ങനെ ആ ഒരു ദിവസം ഫുള്ള് പോയി. പിന്നെ പിറ്റേ ദിവസം എനിക്ക് ഒട്ടും വയ്യായിരുന്നു. കാരണം ട്രെയിനിൽ നമുക്ക് അങ്ങോട്ട് മാത്രമാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ദിവസം തന്നെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് എന്താ പറയുക, ഭയങ്കര ക്ഷീണം ഉണ്ടാവും, ഭയങ്കര വയ്യാതെയാകും. അങ്ങനെ ഒരു ദിവസം റെസ്റ്റ് എടുത്തു. പിന്നെ പിറ്റേ ദിവസമാണ് പഠിക്കാനിരുന്നത്. ഇന്നും ഒട്ടും എന്താ പറയുക, മനസ്സില്ലാണ്ടാണ് പഠിക്കാനിരുന്നത്. പഠിക്കാൻ ഒട്ടും തോന്നുന്നുണ്ടായിരുന്നില്ല. ചില ദിവസങ്ങളിൽ ഇങ്ങനെയും തോന്നാറുണ്ട്, പക്ഷേ ഇന്ന് ഇത്തിരി കൂടുതലായിരുന്നു. ഒട്ടും തോന്നാറുണ്ടല്ല. പക്ഷേ ഹിസ്റ്ററി ഓപ്ഷണൽ തീരാനുണ്ട്. അത് കാരണം മാത്രമാണ് ഇന്ന് വരുന്നത്, അല്ലെങ്കിൽ ഇന്നിരിക്കത്തില്ലായിരുന്നു, ഹോണസ്റ്റായിട്ട് പറയാമല്ലോ. ഓപ്ഷണൽ പഠിച്ചു കഴിഞ്ഞിട്ട് ഒരു ലഞ്ച് ബ്രേക്ക് എടുത്തായിരുന്നു. അപ്പോൾ ലഞ്ച് ബ്രേക്കിന് കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ട് ആ 1 മണിക്കൂർ ടൈമിൽ വേണം നമുക്ക് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ഫുഡ് കഴിക്കാനും വേണ്ടിയിട്ട്. അങ്ങനെ ഫുഡ് കഴിച്ച് അത് കഴിഞ്ഞ് പിന്നെ എക്കണോമിക്സ് പഠിക്കാനായിരുന്നു. എക്കണോമിക്സും പഠിക്കാനും ബാക്കോട്ടാണ് കിടക്കുന്നത്. കാരണം കുറച്ച് ദിവസത്തെ ഗ്യാപ്പ് നമ്മൾ എടുത്ത കാരണം പുറകിലാണ് എക്കണോമിക്സ്. ഞാൻ ഉദ്ദേശിച്ച രീതിയിലല്ല ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ഒരു ചാപ്റ്റർ ഇന്ന് എടുക്കുന്നുള്ളൂ. എനിക്ക് അത്രയ്ക്ക് മടിയായിരുന്നു. ഒരു ചാപ്റ്റർ നല്ല വൃത്തിക്ക് പഠിക്കാമെന്ന് കരുതി. അങ്ങനെ അതിൻ്റെ ചാപ്റ്റർ ഫുള്ള് കംപ്ലീറ്റ് ചെയ്തു, ഒരു ചാപ്റ്റർ. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ പുറകിലത്തെ എക്സസൈസ് ചെയ്തു. പ്രീവിയസ് ഇയർ UPSC ക്വസ്റ്റ്യൻസിൻ്റെ ഇത് ചെയ്ത്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മെയിൻസ് ക്വസ്റ്റ്യൻസ് നോക്കി അതിൻ്റെ നോട്ട് പ്രിപ്പയർ ചെയ്ത്, ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്ത്. അതിൻ്റെ ബുക്കിലോട്ട് എഴുതിയിട്ടില്ല, ഞാനൊരു A4 ഷീറ്റിലോട്ടാണ് അതിൻ്റെ ഷോർട്ട് നോട്ട് എഴുതിയത്.
എന്നിട്ട് അത് എഴുതി വെച്ചു കേട്ടോ. ഒട്ടും നമുക്ക് പഠിക്കാൻ താല്പര്യമില്ലാതെ മനസ്സിലാതെയൊക്കെ ഇരിക്കാൻ നേരത്ത് നമ്മൾ നമ്മുടെ ഫേവറേറ്റ് സബ്ജക്ട്സ് എടുത്ത് പഠിക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ എനിക്ക് പഠിക്കാൻ തീരെ താല്പര്യമില്ലാതിരിക്കുമ്പോൾ ഞാൻ എൻ്റെ ഫേവറേറ്റ് സബ്ജക്ട്സ് ആയിരിക്കും എടുത്ത് പഠിക്കണത്. പൊളിറ്റി, ഹിസ്റ്ററി, എക്കണോമിക്സ്, ഇതൊക്കെ എനിക്ക് ഇഷ്ടമില്ലാത്ത സബ്ജക്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ജോഗ്രഫിയാണ്. ജോഗ്രഫി, എൻവയോൺമെൻറ്റ്, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്, അങ്ങനത്തെ കാര്യങ്ങളാണ് എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്ത കാര്യങ്ങൾ. സോ നിങ്ങൾ ഓപ്ഷണൽ എടുക്കുമ്പോൾ ചൂസ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അതായത് നിങ്ങൾക്കിപ്പോൾ ഒട്ടും പഠിക്കാൻ താല്പര്യമില്ലാതെ ഇരിക്കുന്ന സമയത്തും പോയി നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് ആയിരിക്കണം കേട്ടോ നിങ്ങളുടെ ഓപ്ഷണലായിട്ട് ചൂസ് ചെയ്യേണ്ടത്. കാരണം അത്രയും ഇഷ്ടപ്പെട്ട ഒരു സബ്ജക്റ്റ് നിങ്ങൾ ഓപ്ഷണലായിട്ട് ചൂസ് ചെയ്യാൻ പാടുള്ളൂ. എങ്കിലാണ് നമുക്കതിൽ നന്നായിട്ട് സ്കോർ ചെയ്യാനൊക്കെ പറ്റത്തുള്ളൂ. പിന്നെ ഒരു ബ്രേക്ക് എടുത്തായിരുന്നു. ബ്രേക്കിന് ശേഷം ഒരു 6:30 ആയപ്പോഴാണ് പഠിക്കാനിരുന്നത്. ടു ഡു ലിസ്റ്റിൽ നമ്മൾ 5 മണി മുതൽ 6 മണി വരെയാണ് ന്യൂസ് പേപ്പർ റീഡിങ്ങിന് കൊടുത്തിരുന്നത്. പക്ഷേ ടൈം കുറച്ച് ഓപ്ഷണലിന് എടുത്ത ടൈം ഇത്തിരി കൂടിപ്പോയി. അത് കാരണം ടു ഡു ലിസ്റ്റിൽ ഇത്തിരി ചേഞ്ചസ് വന്നായിരുന്നു. സോ നമ്മൾ 6:30ക്കാണ് ന്യൂസ് പേപ്പർ വായിക്കാനിരിക്കുന്നത്. അപ്പോൾ ന്യൂസ് പേപ്പറിൽ എഡിറ്റോറിയൽ പേജ് കഴിഞ്ഞിട്ടായിരുന്നു നല്ല ന്യൂസസൊക്കെ ഉണ്ടായിരുന്നത്. പിന്നെ ബംഗ്ലാദേശിൻ്റെ കാര്യമുണ്ട്. ബംഗ്ലാദേശിൻ്റെ ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ട് നോട്ട്സ്. സോ അത് കാരണം ജസ്റ്റ് ആ ന്യൂസ് പേപ്പർ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുന്ന മാത്രമേ ഉള്ളൂ. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് ന്യൂസ് കണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബില്ല് പ്ലേസ് ചെയ്തിട്ടുണ്ട് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് 2005 അമെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ന്യൂസാണ്. നിങ്ങൾ അതിന് വേണ്ട നോട്ട്സൊക്കെ കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യണം കേട്ടോ. എസ്പെഷ്യലി നമ്മുടെ GS3 ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു ടോപ്പിക്ക് തന്നെയുണ്ട്. സോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്, അത് കവർ ചെയ്യണം.
അതിൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ടിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, അതിൻ്റെ ചലഞ്ചസ് എന്തൊക്കെയാണ്, പിന്നെ അത് വേ ഫോർവേഡ്, അത് ചെയ്യാനുള്ള വേ ഫോർവേഡ്, ഇതൊക്കെ നിങ്ങളുടെ നോട്ടിലുണ്ടാകണം. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി, അതിൻ്റെ ഫീച്ചേഴ്സ് എഴുതുക, അതിൻ്റെ ചലഞ്ചസ് എഴുതുക, അതിന് വേ ഫോർവേഡ് എഴുതുക. ഇതൊക്കെ നിങ്ങൾ നോട്ട്സിൽ എഴുതി വെക്കുക കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ എക്കണോമിക്സ് ആണ് എടുത്തത്. എക്കണോമിക്സിൻ്റെ നോട്ട്സ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ഞാൻ മെമ്മറൈസ് ചെയ്തു. അത് കഴിഞ്ഞ് ഒരു 11:15 ആയപ്പോൾ നമ്മൾ സ്റ്റഡി സെക്ഷൻ സ്റ്റോപ്പ് ചെയ്തു.